പ്രാവശ്യം കൂടെ വന്ദനം ചെയ്യും. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങള് തൃശ്ശൂര് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ഞാനും ഒരു പ്രെയർ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന ആളായിട്ട് ഞങ്ങളും പ്രവർത്തിക്കുന്നു. കേരളത്തിന്റെ എല്ലാ ജില്ലകളും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും ഞങ്ങൾക്കും പ്രവർത്തനമുണ്ട്. സഹോദരിമാർക്ക് ആ പ്രവർത്തനങ്ങൾ, അതിന്റെ പേര് ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ് എന്നാണ്. ഞങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. സഭാ വ്യത്യാസം കൂടാതെ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലാണ് അനേക പ്രെയർ ഗ്രൂപ്പുകൾ ദൈവം തുടങ്ങാൻ അവസരം തന്നു. സഹോദരിമാരായ പ്രിയപ്പെട്ടവർക്കൊക്കെ പ്രെയർ ഗ്രൂപ്പുകൾ തുടങ്ങാൻ അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരിക്കുന്നു. പല പ്രെയർ ഗ്രൂപ്പുകളും നിന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. രഹബോത്ത് പ്രെയർ ഗ്രൂപ്പില് ഇത്രത്തോളം സഹോദരിമാർക്ക് ഒരുമിച്ച് കൂടി വരുവാനും ഈ രാത്രി സമയത്ത് പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ അണയ്ക്കുവാനും ദൈവവചനം കേൾക്കുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രാരംഭത്തിൽ ദേവദാസി ഓർപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാനിടയായി തീർന്നു. ഇപ്പോഴും നമുക്ക് ഒരു ദൈവ പൈതലിന് ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം, സുവിശേഷത്തെക്കുറിച്ച് അടങ്ങാത്ത ഒരാഗ്രഹം എല്ലാ ദൈവ പൈതങ്ങൾക്കും ഉണ്ടാകണം. എല്ലാ വ്യക്തികൾക്കും, എല്ലാ സഹോദരിമാർക്കും, നമുക്കറിയാലോ, സുവിശേഷ ദൗത്യം ആദ്യം ഏൽപ്പിച്ചത് സഹോദരിയെയാണ്. യേശുവിന്റെ ഉയർപ്പിൽ ആദ്യം സഹോദരിമാരെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് പറയാം. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അതുകൊണ്ട് പ്രിയ രഹബോത്ത് പ്രെയർ ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരിമാരോട് ഞാൻ പറയും, ഒരുപക്ഷെ നമുക്ക് വാക് സാമർഥ്യമില്ലായിരിക്കാം, വലിയ ശൈലിയോടുകൂടെ മറ്റുള്ളവരോട് പറയാൻ നമുക്ക് അറിയത്തില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് അത് ജീവനായി വ്യാപരിക്കും. എത്ര മനോഹരമെന്ന, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന വചനത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദേവദാസി ഓർപ്പിച്ച ദൂത് നമുക്കങ്ങ് ഏറ്റെടുക്കാം. കർത്താവെ, ഈ 2025 ഒരു വ്യക്തിയോടെങ്കിലും കർത്താവിന്റെ വചനം ഓരോ ആഴ്ചയിൽ, നമുക്ക് ഒത്തിരി പേരോടൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ട്രാക്ട് കൊടുക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾ ഒരുപക്ഷെ ജോലി ചെയ്യുന്നവരിനകത്തുണ്ടാകാം, സുവിശേഷ വേലയിൽ പൂർണ്ണമായി സമയം ചെലവഴിക്കുന്നവരുണ്ടാകാം, വ്യത്യസ്ത രീതിയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരുണ്ട്. ഒരു ദേവകി എന്ന് പറഞ്ഞ അമ്മച്ചിയെ കാണുന്നു, വാർദ്ധക്യമായ ഒരു മാതാവ്, നരച്ച തലമുടിയുള്ള പ്രിയ അമ്മച്ചിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ അമ്മച്ചി അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനെയുള്ള സഹോദരിമാർ കടന്നു പോകട്ടെ. അമ്മമാരുടെ പ്രാർത്ഥനകൾ പിൻബലമാണ്. കഴിഞ്ഞ നാളുകള് കാലുകളോ നമ്മുടെ പിതാക്കന്മാര് കല്ലുകളും മുള്ളുകളും ഒക്കെ ചവിട്ടി വേദനയിലും കഷ്ടത്തിലും ഉപദ്രവവും ദാരിദ്ര്യത്തിന്റെ ഒക്കെ അനുഭവത്തിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന അഭിഷക്തന്മാരായ ദൈവദാസന്മാർ, പിതാക്കന്മാർ നമുക്കുണ്ട്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എല്ലാം അനുകൂലമായിട്ടല്ല കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഒരു വ്യക്തിയെങ്കിലും കർത്താവിലേക്ക് നേടുവാൻ നമ്മെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവം നമ്മിൽ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ദൗത്യമാണ് സുവിശേഷ ദർശനം. അതിനുവേണ്ടിയുള്ള ഒരു ആത്മഭാരം ഈ ഗ്രൂപ്പിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, ഇഷ്ടമുള്ള സുവിശേഷീകരണമാണ്. കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും പരസ്യയോഗത്തിന് പോയി കർത്താവിനെ സാക്ഷിപ്പാൻ, വലിയ സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ വലുതായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, എങ്കിലും യേശു രക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് നാണക്കേടൊന്നും വേണ്ടല്ലോ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളില് ഞങ്ങൾ സഹോദരിമാർ കടന്നു പോകാറുണ്ട്. വളരെ സന്തോഷമാണ്. ഞങ്ങൾ ഒരുപക്ഷെ ഞാൻ നിങ്ങളെ പ്രോത്സാഹനത്തിന് വേണ്ടി പറയുകയാണ്. നമ്മള് ഇത്ര സഹോദരിമാരായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്നത് സന്തോഷമാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളെ കാസർഗോഡും കണ്ണൂരും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയ കൊലപാതകമൊക്കെ നിറഞ്ഞ, രാഷ്ട്രീയ സ്പർദ്ധകളൊക്കെ നിറഞ്ഞ ജില്ലകളാണ് കേരളത്തിന്റെ വടക്കൻ മേഖലകളൊക്കെ.
കൂടുതൽ ഞങ്ങൾ അവിടെയൊക്കെയാണ് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകാൻ പറ്റുമോ, വളരെ പ്രതികൂലമാണല്ലോ, പ്രശ്നങ്ങളാണല്ലോ, അവിടെയൊക്കെ എങ്ങനെ പോകുമെന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും. പ്രിയ ദൈവമക്കളെ, സഹോദരിമാർക്ക് ഇന്ന് സാധ്യതകളുള്ളത്. ദൈവദാസന്മാർക്ക് ഒത്തിരി പരിമിതികളുണ്ട്, പക്ഷേ നമുക്ക് ഒത്തിരി സാധ്യതകളാണ് ദൈവം തന്നിരിക്കുന്നത്. ഞങ്ങൾ ഗ്രാമങ്ങളിലാണ് കൂടുതൽ പോകാറുള്ളത്. അവിടെയുള്ള പട്ടണത്തിൽ പോയി നമ്മൾ വലിയ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് സാങ്ഷൻ എടുത്ത് ആ ഒരു സംവിധാനത്തെക്കാൾ ഗ്രാമങ്ങളിൽ പോകുകയാണെങ്കിൽ കുറെ വീടുകളുള്ള, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം, ഒരു നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ഒരു പക്ഷെ എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. എങ്കിൽ പോലും അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ചെറിയ വീടുകളുള്ള, കുറച്ച് വീടുകൾ മാത്രമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആ സാങ്ഷൻ ഒന്നും വേണ്ട, അങ്ങനെയുള്ള മൈക്ക് സൗണ്ട് സിസ്റ്റം വെച്ച് നിങ്ങൾ സുവിശേഷം പറയുക. ഒരു 20 മിനിറ്റ് 15-20 മിനിറ്റ് പൊതുവിൽ സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി യേശു രക്ഷകനാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ അനേക കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ ഇല്ലാതിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ നാളുകള് ഇങ്ങനെയുള്ള വചനവുമായി ഗ്രാമങ്ങളിലൊക്കെ പോയ സമയങ്ങളില് സംഭവിച്ച ഒരു കാര്യം പറയാം നിങ്ങളോട്. അവിടെ ചെല്ലുമ്പോൾ അവര് വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കുകയാണ്. ഈ രാഷ്ട്രീയ കൊലപാതകവും രാഷ്ട്രീയ സ്പർദ്ധകളും ഒക്കെ നിറഞ്ഞ ജില്ലകളിൽ നമ്മൾ ചെല്ലുന്ന ഈ സഹോദരിമാർ ചെന്ന പാട്ടൊക്കെ പാടി വചനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവര് ഞങ്ങളെ വീടുകളിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ചായ തരാം, കുടിച്ചിട്ട് പോ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാം, നമ്മുടെ നിങ്ങളുടെയും ഞാൻ തൃശ്ശൂരാണ്, ഇതിന്റെയൊക്കെ മിഡിലായിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയില് സുവിശേഷവുമായി പരസ്യയോഗമായി അവിടെയുള്ള ഗ്രാമങ്ങളിലേക്ക് പോയപ്പോൾ നിങ്ങൾ വിചാരിക്കും കോട്ടയം ജില്ലയിൽ എല്ലായിടത്തും സുവിശേഷം എത്തിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകാം, എന്നാൽ യഥാർത്ഥമായി ഒരു പാരമ്പര്യ ക്രൈസ്തവ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളില് ഞങ്ങള് ഈ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പരസ്യയോഗമായി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് സഹോദരിമാർ വീടുകളിലേക്ക് ട്രാക്റ്റുമായിട്ട് പോയി. അപ്പോൾ അവര് പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവര് പറയും, ഇതുവരെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെയൊന്നും വന്നിട്ടില്ലെന്ന്. ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്തിക്കേണ്ട സുവിശേഷ പ്രതി കോട്ടയം ജില്ലയിൽ അനേക സഹോദരി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അവർ ഇന്ന ജില്ലയിൽ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ജീവിക്കുന്നു, നിങ്ങൾ ഒരുപക്ഷെ തിരുവല്ലയിലോ എറണാകുളത്തോ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം. നമ്മുടെ ജില്ലയിൽ ഇനിയും സുവിശേഷം എത്താത്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ഒരു ആത്മഭാരത്തോടെ പോകണം. അയക്കുന്നവരായി ഈ മിനിസ്ട്രി ഈ വർഷം 2025 നിങ്ങൾ പോകണം. ഗ്രാമങ്ങൾ, പട്ടണങ്ങളിലേക്ക് നിങ്ങൾ പോകണം. ഹല്ലേലൂയ. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന അനേകരുണ്ട്. ഇങ്ങനെ ട്രാക്റ്റുമായിട്ട് സുവിശേഷ പ്രതിയുമായി കടന്നു പോയിട്ടുള്ള കഴിഞ്ഞ ജീവിത അനുഭവങ്ങളിൽ അനേക ആത്മഹത്യകൾ മാറിയിട്ടുണ്ട്. അനേക കുടുംബങ്ങളിൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനിരുന്ന കുടുംബങ്ങൾ അത് മാറ്റി രക്ഷകനായ യേശുവിനെ സ്വീകരിച്ച അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിസ്സാരം ഒരു ട്രാക്റ്റ് കൊടുത്ത് ഒരു വ്യക്തിക്ക് കൊടുത്തു. അദ്ദേഹം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയമായിരുന്നു. ഞങ്ങൾ കൊടുത്ത ട്രാക്റ്റ് മറ്റൊരു വ്യക്തിക്കാ കൊടുത്തത്. അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു. റെയിൽവേ ട്രാക്കിലൂടെ പറന്നുപോയ ആ ട്രാക്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോയ ചെറുപ്പക്കാരനെടുത്ത് വായിച്ച് അദ്ദേഹം അതിൽ കണ്ട കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ഇന്ന് അദ്ദേഹം തന്റെ ആത്മഹത്യ ഇന്ന് പിന്തിരിഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ ഒരു കാര്യം? ഈ പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസി പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു അടങ്ങാത്ത പ്രേരണ നിങ്ങളോട് പറയാൻ തോന്നി. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം മറ്റൊന്നാണെങ്കിൽ പോലും പ്രാരംഭത്തിൽ ഞാൻ ഒരു ദൂതായിട്ട് വിളിച്ചു പറയട്ടെ, നമ്മുടെ മേൽ ഹല്ലേലൂയ സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു ആത്മഭാരം ഉണ്ടാകണം, ഒരു ദർശനം ഉണ്ടാകണം, ഒരു നിയോഗം ഉണ്ടാകണം. എന്തിനാ എന്നെ വിളിച്ചത്? ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ ഇനി അധിക നാളൊന്നുമില്ല. ഒരുപക്ഷെ നാം വിചാരിക്കും കേരളത്തിന് പുറത്തൊക്കെയാണ് പ്രതികൂലമെന്ന്. ഇന്ന് കേരളത്തിലേക്കും അത് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സുവിശേഷത്തിന്റെ വാതിലുകൾ അവിടെ എവിടെയെങ്കിലും അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നാം സഭാ ഹോളിനുള്ളിൽ ഒതുങ്ങി
പ്രാർത്ഥനയും ഉപവാസവും മാത്രമായിരിക്കാതെ പുറത്തേക്കൊന്ന് ഇറങ്ങുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിയോഗങ്ങൾ തരും. ഇന്ന കുടുംബത്തിലേക്ക് പോകുവാൻ ഭാരത്തോടെ ആയിരിക്കുന്ന, വേദനയോടെ ആയിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ദർശനത്തിൽ കാണിച്ചു തരും. എന്തിനാണ് ദൈവം ഈ പ്രവർത്തനം ആരംഭിക്കുവാൻ നിയോഗം ദൈവദാസിമാർക്ക് കൊടുത്തത്? ദൈവത്തിന് ഒറ്റ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മെ രക്ഷിച്ച, നമ്മെ വിടുവിച്ച, നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന രക്ഷകന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ, അതിനുവേണ്ടി ഒരു പക്ഷേ കഴിഞ്ഞ നാളുകൾ പ്രവർത്തനത്തെ എങ്ങനെയായിരുന്നോ അതിനപ്പുറമായിട്ട് ഒരു വിശാലതയിലേക്ക് 2025 നിങ്ങൾ ആയിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തില്, ഞാൻ ഇന്ന് എന്നോട് ഇടപെട്ട ഒരു വചനം ഉണ്ടായിരുന്നു ഇന്ന്. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ സഹോദരിമാർ വളരെ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുന്നു, എന്താണ് അവരോട് സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വചനം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 28-ാം വാക്യം. റോമാർ 8:28 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഇന്ന് ആ ഒരു വചനം പറയാനാണ് ഗൈഡൻസ് തന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആമേൻ. സ്തോത്രം. ഈ 2025 ആദ്യ ദിനം രാത്രിയിൽ നമുക്കൊന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നിടത്ത് ഈ വാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആ വാക്യം അവിടെ കാണിക്കാനിടയായി തീർന്നല്ലോ സ്ക്രീനിൽ. പ്രിയ ദേവദാസിയോട് നന്ദി അറിയിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്ന് ഇവിടെ വളരെ 3 കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക, 2 നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അങ്ങനെ യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുകയും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെയും ഉണ്ടാകുന്ന ഒരു കാര്യം, അവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ പ്രാരംഭ ദിനത്തില് 1-ാം ദിനം തന്നെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടെ തുടങ്ങട്ടെ. നമുക്ക് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? 2020 ദീർഘവർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്ന മാതാക്കൾ ഇതിനകത്തുണ്ടാകാം, സഹോദരിമാരുണ്ടാകാം, ജനിച്ചത് തന്നെ വിശ്വാസ കുടുംബത്തിലായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ദീർഘവർഷങ്ങളായില്ലേ, ഒരു 2024 നമ്മിൽ നിന്ന് കടന്നുപോയി, എന്നാൽ നമുക്ക് യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? വാസ്തവമായി ആ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മകളായിട്ടാണോ ഇന്ന് രാത്രി ഈ ലൈനിലായിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അതാണ് ഇന്ന് നമ്മളോട് പറയാനുള്ളത്. യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലേഖനം പൗലോസിന്റെ ഒരു പ്രധാനപ്പെട്ട ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയും അതിനുശേഷം 4-ാം മിഷണറി യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്താണ് ഈ ലേഖനം താൻ എഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യവന ദേശത്തിരുന്നിട്ടാണ് ഈ കത്ത് എഴുതുന്നതെന്ന് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഈ ലേഖനം പൗലോസ് റോമക്കാർക്ക് കൊടുത്തുവിടുന്നത് ക്രെങ്ക്രെ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബയുടെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തുവിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ആർക്കാണിത് എഴുതുന്നതെന്ന് കാണുന്നു. ദൈവത്തിന് പ്രിയരും, പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും, ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും വേണ്ടി എഴുതുന്ന ഒരു ലേഖനമായിട്ടാണ് നമുക്ക് ഈ ലേഖനത്തെ കാണുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ഈ 3 കാര്യങ്ങൾ കാണുന്നു. ഈ ദൈവത്തെ സ്നേഹിക്കുക, നിർണയപ്രകാരം വിളിക്കുക,
അങ്ങനെയുള്ളവർക്ക് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം ഇവിടെ കാണാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് യഥാർത്ഥമായി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? വാസ്തവമായിട്ടും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിൽ നിന്ന് നന്മകളും വാഗ്ദത്വങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചവരാണ് നാം. പലപ്പോഴും ദൈവിക വിടുതലുകളൊക്കെ നാം അനുഭവിച്ചവരാണ്. എന്നാൽ യഥാർത്ഥമായിട്ടും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതോ കാര്യസാധ്യത്തിനു വേണ്ടിയിട്ടാണോ നാം ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഈ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1:1 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവം വിളിച്ചത്, ഇവിടെ പറയുന്നു, കാൺമീൻ, നാം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മെ എത്ര മക്കളാക്കുവാനുള്ള ദൈവത്തിന്റെ ആ ഒരു വലിയ സ്നേഹം, മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം എത്ര വലുതാണെന്ന് ഈ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നാം മക്കളാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. വിവിധ കുടുംബങ്ങളിലായിരുന്ന, വിവിധ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മെ കർത്താവിന്റെ മക്കളാക്കി തീർക്കാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. ആ പദവിയെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? നമ്മളെ പ്രായം കൂടിയവര്, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവര്, കഴിവുള്ളവർ, സമ്പന്നന്മാർ, എല്ലാം ഉന്നതന്മാരൊക്കെ ഉണ്ടായിട്ടും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്നെയും നിങ്ങളെയും ദൈവം കണ്ടു. ഹല്ലേലൂയ. ഇന്നും പലരും നമ്മുടെ പ്രിയപ്പെട്ടവർ പോലെ, നമ്മൾ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല, പക്ഷെ ദൈവം നമ്മെയാ കണ്ടത്. നമ്മെ എന്തിനാ കണ്ടത്? പ്രാരംഭത്തിൽ പ്രിയ സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ കർത്താവ് നമ്മെ കണ്ടത് എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ സാക്ഷിയാകാൻ, കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആ ദൂത് അങ്ങനെ അങ്ങ് കണക്ട് ആകുകയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് എന്നുള്ള ആ വചനമാണ് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നെങ്കിലും ദൈവാത്മാവ് പ്രിയ സിസ്റ്റർ പറഞ്ഞ ദൂതുമായിട്ട് കണക്ഷൻ തരികയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ചു, നമ്മെ മക്കളാക്കി തീർത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ വിടുവിച്ച ഈ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുവാൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നമ്മെ കണ്ടിരിക്കുകയാണ്. ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വായിച്ചു, നാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, യഥാർത്ഥമായും ദൈവം നമ്മെ സ്നേഹിച്ചു തന്നെ മക്കളാക്കി, തന്നെ അവകാശികളാക്കി നമ്മെ തീർത്തിരിക്കുമ്പോൾ യഥാർത്ഥമായും നാം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും നമ്മളൊക്കെ ദൈവത്തെ കുറ്റം പറയുന്നവരായി. ഈ ദൈവം എന്തോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മാത്രം ചെയ്ത്, എനിക്കൊരു എത്രയോ വാഗ്ദത്തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ ദേവദാസന്മാരിലൂടെ, പ്രത്യേകിച്ച് എന്നോട് വ്യക്തിപരമായ ദൈവം സംസാരിച്ചിട്ടുണ്ട്. 2024 അവസാനമെങ്കിലും എനിക്കതൊന്ന് ലഭിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എനിക്കത് ലഭിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവത്തിന് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഈ ദൂതുമായിട്ട് ദൈവം എന്നോട് ഇടപെടാനിടയായി തീർന്നത്. നാം ഒരുപക്ഷെ നിരാശയോടും വേദനയോടുമാണ്. ഞാൻ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. കർത്താവേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എനിക്കൊരു വിടുതലില്ലല്ലോ, എനിക്കൊരു വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണങ്ങൾ ഇതുവരെയും കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ 2025 പ്രാരംഭ ദിനത്തില് ദൈവത്തിന്റെ ആത്മാവ് തന്ന ദൂത് ഞാൻ കൈമാറുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുന്നു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികള്, നിങ്ങൾ അന്ന് അഭിമുഖീകരിക്കുന്ന ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. അത് നന്മയ്ക്കായി തീരാൻ പോകുകയാണ്. ഒറ്റ കാര്യം, ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുക. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്നേഹം, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം, അത് മറ്റൊന്നിലേക്ക് നാം മാറാൻ ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്നേഹവും ബഹുമാനവും അത് പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കണം. ഒരു വാക്യം വായിക്കാം. നിങ്ങളായിരിക്കുന്ന എടുത്ത് ഒന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം. ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ
പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ആമേൻ. സ്തോത്രം. ഇവിടെ നാം വായിച്ചു, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു എങ്ങനെ സ്നേഹിക്കണം. ഇതിവിടെ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അത് സാധിക്കുമോ നമുക്ക്? നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മെ കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നേ? എനിക്ക് കുടുംബമുണ്ട്, എന്റെ ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മറ്റു പല ജോലിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നെ എങ്ങനെ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നേ? പറ്റും ദൈവമക്കളെ. ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മെ ഒന്ന് കർത്താവിന്, നമ്മുടെ അപ്പച്ചനൊന്ന് കൊടുക്കുന്നതിന് യാതൊരു ഒന്നാം സ്ഥാനം, നമ്മുടെ ജീവിതത്തില് ഒന്നാം സ്ഥാനം നമ്മുടെ കർത്താവിനായിരിക്കണം. നമ്മുടെ ഭർത്താവിനെ നാം സ്നേഹിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കണം. ഇതൊക്കെ ദൈവം നമുക്ക് തന്നതാണ്, അത് ഏറ്റവും വിലയേറിയതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുമ്പോൾ ഈ രാത്രി 25-ന്റെ ആദ്യ ദിനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ ഒരു വർഷം നമുക്കൊന്ന് തീരുമാനിക്കാം. എന്തൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് പ്രതിബന്ധങ്ങൾ വന്നോട്ടെ, എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, കഷ്ടതയോ പ്രതികൂലമോ പട്ടിണിയോ ഉപദ്രവമോ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, ഹാലൽ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങയെന്ന് പൂർണ്ണമായി സ്നേഹിക്കുവാൻ, ഹാലലൂയ, മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി എന്റെ ജോലിയേക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, ഹാലലൂയ, എനിക്ക് തന്ന സമ്പത്തിനേക്കാൾ, എനിക്ക് തന്ന ആരോഗ്യത്തെക്കാൾ എല്ലാം എന്റെ യേശുവിനെ ഒന്ന് യഥാർത്ഥമായി സ്നേഹിക്കുവാൻ എനിക്ക് കഴിയണം. ഹാലലൂയ, അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കും. നമ്മുടെ അപ്പച്ചൻ അതാ ആഗ്രഹിക്കുന്നത്. അത് ആ വിഷയത്തിൽ ദൈവം, ഞാൻ പറയും പലപ്പോഴും എന്റെ സഹോദരിമാരോടൊക്കെ, ദൈവം ആ കാര്യത്തിൽ സ്വാർത്ഥതയുള്ള വ്യക്തിയാ. ഹാലലൂയ, ദൈവത്തിന് പൂർണ്ണമായി നാം കർത്താവിനെ നമ്മെ ഒന്ന് അർപ്പിക്കുവാൻ, മറ്റെല്ലാത്തിനേക്കാളും ദൈവത്തിന് നമ്മെ തന്നെ ഒന്ന് കൊടുക്കാൻ പൂർണ്ണമായി ദൈവം അത് ആഗ്രഹിക്കുന്നു. ഹാലലൂയ, ഇന്നിന്റെ പ്രശ്നം വളരെ വലുതാണ്. പ്രിയ ദൈവദാസി പ്രാരംഭത്തിൽ ആ കാര്യം ഓർപ്പിച്ചല്ലോ. ഒത്തിരി കരയേണ്ട ഒരു കാലത്താണ് നമ്മുടെ തലമുറകൾ പാപത്തിലേക്കും ദൈവഹിതമില്ലാത്ത വഴികളിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒത്തിരി കരയണം മാതാക്കളെ. നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിലെ സഹോദരിമാരോട് ഞാനൊരു ആഹ്വാനം തരികയാണ്. ഒത്തിരി ദൈവസ്ഥനിൽ കരയുകയും ഉപവസിക്കുകയും ചെയ്യേണ്ട ഒരു കാലം. ദൈവത്തെക്കാൾ ഉപരി ഒരുപക്ഷെ നമ്മളോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരാധനയ്ക്ക് വരുന്നുണ്ടാകാം, കൈയടിക്കുന്നുണ്ടാകാം, വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ടാകാം, പാടുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, എല്ലാം ശരിയാണ്. പക്ഷേ അതിന് അപ്പുറമായൊരു ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ വശീകരിച്ചു കൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ശക്തികൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, കുഞ്ഞുങ്ങൾ അതിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ, അമ്മമാരെ, പ്രയർ ഗ്രൂപ്പിലുള്ള സഹോദരിമാരെ, വളരെ ആത്മഭാരത്തോടെ നിങ്ങൾ അല്പസമയം എല്ലാ ദിവസവും ഈ പ്രയർ ഉണ്ടെങ്കിൽ കുറച്ചു നേരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിച്ചു പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞാനൊരു ദൂതായി നിങ്ങളോട് പറയുന്നു. തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിലേക്ക് വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഹാലലൂയ, അവർ ഇനി നഷ്ടപ്പെട്ടു പോകരുത്, നമ്മിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോകരുത്. അവർക്ക് ആരാധനകൾക്ക് വരാൻ ഇഷ്ടമില്ല. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ആഴങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ പേരിനു വേണ്ടി മാതാപിതാക്കളെ ഒന്ന് പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയൊക്കെ ആരാധനയ്ക്ക് വരുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാലലൂയ, നമുക്കൊരു മാതൃകയാൻ കഴിയുമോ? പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുന്നവരായി തീരാറുണ്ട്. നമ്മൾ പറയും അവര് ശരിയല്ല, എന്റെ മക്കൾ ശരിയല്ല, അവര് ശരിയല്ല, ഭർത്താവ് ശരിയല്ല, അല്ലെ പാസ്റ്റർ ശരിയല്ല, പലരും ശരിയല്ല എന്നൊക്കെ കണ്ട് കുറ്റം പറയുന്നവരാ നമ്മള്. എന്നാൽ ഈ 25-ൽ കുറച്ച് തീരുമാനത്തോടെ, ഒരു സമർപ്പണത്തോടെ നമുക്ക് ഇന്ന് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്നത്. നമ്മുടെ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ നമുക്കൊന്ന് മാറ്റാം. മറ്റുള്ളവരുടെ കുറ്റമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ സഹോദരിമാരെ കുറിച്ച് ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും മറ്റുള്ളവരോട് ഫോൺ വിളിച്ച് പറയുന്ന
എന്തൊക്കെ ഒരു 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 അപശ്രുതി നമ്മളെ കുറിച്ചുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റണം. മറ്റുള്ളവർ എങ്ങനെയൊക്കെയോ ആയിക്കൊള്ളട്ടെ, നമുക്കത് കേൾക്കണ്ട. ഇനി അതിനുള്ള സമയമൊന്നും ഇല്ല. കുത്തിയിരുന്ന് കരയാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദൈവത്തോട് ആത്മതപനം ചെയ്യാനുള്ള സമയത്താണ് നാം ഈ സമയം ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരെ, നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, എന്നിലെ പരാജയങ്ങൾ, ഞാൻ മറ്റുള്ളവരെ കുറ്റം കാണുകയാണ്, ഞാൻ മറ്റുള്ളവരെ, എന്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നവരായിട്ട് പലപ്പോഴും ഞാൻ തീരാറുണ്ട്. മക്കൾ ബൈബിൾ വായിക്കുന്നില്ല, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, മക്കൾ ഉപവസിക്കുന്നില്ല. പക്ഷെ നാം ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? നാം പ്രാർത്ഥനകൾ മുടക്കാതെ കടന്നു പോകുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഈ വർഷത്തിന്റെ ആദ്യ ദിനം തന്നെ ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ദൈവമക്കളെ? ഇനിയുള്ള ദിവസങ്ങളില് നമുക്ക് നമ്മുടെ മുമ്പിൽ അടുത്ത നിമിഷം നമ്മുടെ ഇല്ല. കർത്താവ് നമുക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുന്നോ ആ നിമിഷങ്ങൾ മുഴുവനും കർത്താവിന് വേണ്ടി വിശ്വസ്തമായി നിൽക്കണം. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടങ്ങൾ സംഭവിച്ച് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. ജോലിക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങള്, എങ്ങനെയൊക്കെയോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാൻ പ്രത്യേകിച്ച് ഇന്ന സമയമൊന്നും വേണ്ട. കൺമുമ്പിൽ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഏതോ ശ്രേഷ്ഠതയുള്ളവരായിട്ടല്ല, അവരുടെ സമയമായതുകൊണ്ട് അവർ കടന്നുപോയി. നമുക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം കൂടെ, ഒരു ദിവസം കൂടെ ദൈവം തന്നുവെങ്കിൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നവരായി, യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി, പൂർണ്ണമായി നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരായി തീരുവാൻ കർത്താവ് രാത്രി നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്കൊന്ന് തയ്യാറാകാം. ഇവിടെ നാം വായിച്ചു, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ സ്നേഹിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സങ്കീർത്തനം 18:1 ഇപ്രകാരം വായിക്കുന്നു, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ സഹോദരിമാരെ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്റെ സാധ്യതകളെക്കാൾ, എന്റെ പൊസിഷനേക്കാൾ, എനിക്കുള്ള സകലത്തെക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥമായി പറയാൻ കഴിയുന്നത്, നന്മയ്ക്കായി ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും, ഓരോ പ്രതിസന്ധികളും, ഓരോ കാര്യങ്ങളും നന്മയ്ക്കായി തീരുമെന്ന് പറയാൻ കഴിയുന്നത് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. നാം വായിച്ച ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നു, അതിന്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, ഒരുപക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് വേദനയിലൂടെ, ഉപദ്രവത്തിലൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. ഉപദ്രവം അനുഭവിക്കുന്നവരുണ്ടാകാം, പീഡനം അനുഭവിക്കുന്നവരുണ്ടാകാം. പ്രിയ മക്കളെ, നിങ്ങൾ ഭാരപ്പെടണ്ട. നമ്മുടെ കൂടെ ഉള്ള ഒരു കർത്താവ്, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആരൊക്കെ നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും, ആരൊക്കെ നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും, കരുതാമെന്ന് പറഞ്ഞവരൊക്കെ വാക്കു പറഞ്ഞിട്ടും മാറിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, പാട്ടുകാരൻ പറയുന്നു, എന്റെ യേശു വാക്കു മാറാത്തവൻ. ഈ മൺമാറും വിൺമാറും മർത്യരെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. എന്റെ യേശു വാക്കു മാറാത്തോൻ. ഈ രാത്രി സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോടും പറയുന്നു, ഞാൻ മാറാത്തവൻ, യഹോവയായ ഞാൻ മാറാത്തവൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്തൊക്കെ വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് ചേർന്ന് പറയാൻ പറ്റുമോ? യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെ പ്രതികൂലം വന്നാലും ഈ 2025 സുഖകരമായ ഒരു ജീവിതമാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു, സമൂഹത്തിന്റെ അവസ്ഥകൾ, രാഷ്ട്രങ്ങളുടെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സുഖകരമായ
ഒരു ജീവിതമാണ് നമുക്ക് മുമ്പിലെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മുമ്പിലുള്ള ആ ജീവിത യാത്രയിൽ ഹല്ലേലൂയ വരുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ അത്യന്ത കൃപ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരനുഭവം നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ചു ഹല്ലേലൂയ, ഇവയിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 39-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമോ? പൗലോസിന്റെ ജീവിതത്തിൽ വന്ന പ്രതിബന്ധങ്ങൾ, പീഡനങ്ങൾ, കഷ്ടത, പട്ടിണി, ഉറക്കമിളപ്പ്, ഹല്ലേലൂയ, എല്ലാം സാഹചര്യത്തിലൂടെ താൻ കടന്നു പോയിട്ടും ഇങ്ങനെയുള്ള അപമാനിക്കപ്പെട്ട വേദനയിലൂടെ കടന്നുപോയ സാഹചര്യത്തിലൊക്കെ കടന്നു പോയിട്ട് പൗലോസ് പറയാണ്, എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇതൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. നമുക്കൊന്ന് തീരുമാനിക്കാം, കർത്താവേ, ഞാൻ 2025 പ്രവേശിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്ന, കർത്താവ്, എന്തൊക്കെ എന്റെ ജീവിതത്തിൽ വന്നോട്ടെ, എന്റെ കർത്താവിനെ പിരിഞ്ഞ് ഞാൻ ഒന്നും ചെയ്യുകയില്ല. എന്റെ കർത്താവിനോട് കൂടെ വസിക്കുവാൻ, എന്റെ കർത്താവിനോട് കൂടെ നടക്കുവാൻ, അങ്ങയുടെ സാക്ഷ്യമായി നിൽക്കുവാൻ, ചിലരെ കൂടെ എനിക്ക് എന്റെ യേശുവിനെ അടുപ്പിക്കുവാൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ, മറ്റുള്ളവരിലേക്കൊന്ന് പങ്കുവെക്കുവാൻ അപ്പാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ രാത്രി നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. നമ്മളെ തന്നെ അതിനുവേണ്ടി നമ്മളൊക്കെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത നാം പറഞ്ഞു, നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നതിന്റെ ഒരു തലം, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോട് കർത്താവിനെ സ്നേഹിക്കണം. അപ്പോൾ തന്നെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊന്ന് സ്നേഹിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വീണ്ടും നാം ഇവിടെ വായിച്ചു, റോമാലേഖനത്തില് പൗലോസ് പറയുകയാണ്, എന്തൊക്കെ വന്നാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു വചന ഭാഗത്തിലേക്ക് കടന്നു വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ 21-ന്റെ 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്നവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നാം വായിച്ചു, പത്രോസിനോട് അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ രാത്രി നമ്മോടും ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, നിന്റെ മുമ്പിലുള്ള എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടെന്ന് യേശു കർത്താവ് ചോദിക്കുകയാണ്. പലപ്പോഴും ഞാൻ പ്രാരംഭത്തിൽ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ മുമ്പിൽ പലതും തടസ്സമാണ് യേശുവിനെ സ്നേഹിക്കാൻ. നമ്മുടെ മക്കൾ ഒരു തടസ്സമാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരെ പഠിപ്പിക്കണം, അവരെ ട്യൂഷനൊക്കെ വിടുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ പഠനം, കുഞ്ഞുങ്ങളുടെ പരീക്ഷ, നമ്മുടെ ആവലാതി മുഴുവനും നമ്മുടെ മക്കളെ കുറിച്ചാ. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം, എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അമ്മച്ചിമാരൊക്കെ ഇതിനകത്തിലുണ്ട് എങ്കിൽ പോലും കൊച്ചു സഹോദരിമാരുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നത്, തലമുറകളെ തന്നത് ദൈവമാണെങ്കിൽ അവരുടെ കാര്യം നോക്കാൻ ദൈവശക്തനാണ്. നമ്മൾ കൂടുതൽ നമ്മുടെ തലമുറകളെ ഇങ്ങനെ അങ്ങ് തലയിൽ കയറ്റി മക്കൾ 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ കൂടത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മക്കളെയും നമ്മളെ ഒന്നും അപ്പന്റെ കരങ്ങളിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക. കർത്താവ്, നീ തന്ന ദാനങ്ങളാ, ഞാൻ അങ്ങയുടെയാണ്, ഞാൻ അങ്ങയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു, നീ തന്ന മക്കളാണ് കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, ഞാൻ അശക്തിയാണ്, എനിക്ക് കഴിവില്ല. നമ്മൾ പറയുന്നതിനും അപ്പുറമാണ് ഇവർ ചിന്തിക്കുന്നത്. നമ്മുടെ
നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ് ഇന്നത്തെ തലമുറയുടെ ആ നിലവാരം, അവരുടെ അറിവ് അപ്പുറമാണ്. നാം ഒരുപക്ഷെ ഓരോ ഏജ് വ്യത്യാസം വരുമ്പോൾ ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് അല്പം കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ക്ലാസ്സുകൾ കുഞ്ഞുങ്ങൾക്ക്, ഞാനും എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ പോയി കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ പല കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവര് പലപ്പോഴും ഈ മാതാപിതാക്കളുടെ സ്വാധീനങ്ങള് അവരെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നു. പല കുഞ്ഞുങ്ങളും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞു. അത് ആത്മീയ ലോകത്തെ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായ ഒരു ലോകത്തിലേക്ക് കുഞ്ഞുങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, അമ്മമാരെ, നിങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുക. കർത്താവെ, നിന്റെ ഹിതം പോലെ എന്നെ ആക്കണമേ. പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ എന്റെ കുഞ്ഞിനെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, നേഴ്സ് ആക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നല്ല കാര്യമാണ്. ദൈവം ആ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകട്ടെ, ആയിക്കൊള്ളട്ടെ, നല്ല കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ എന്റെ കുഞ്ഞും ഞങ്ങളും ദൈവഹിതം പോലെ ആക്കണം. അവരെന്ത് പഠിക്കണമോ അതുപോലെ ആക്കി തീർക്കണമേ. അവൾ ഏത് കോളേജിൽ പഠിക്കണം, ഏത് സ്ഥലത്ത് പഠിക്കണം, കർത്താവ് ഞങ്ങൾക്ക് കഴിവില്ല, ഹല്ലേലൂയ, എന്നാൽ ദൈവഹിതം പോലെ ആക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ഇതുവരെ വളർത്താൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അറിയുന്ന പല പ്രിയപ്പെട്ടവരും ഈ ഗ്രൂപ്പിലുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മള് പലപ്പോഴും പലതിനും സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് പിന്നീട് നിരാശകളൊക്കെ കടന്നു വരുന്നത്. എന്നാൽ തുടക്കം തൊട്ട് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും തൊട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുക, കർത്താവെ, കർത്താവിന്റെ ഹിതം എന്താണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്, അതിനുവേണ്ടി ആക്കണം. +2 ഏത് കോഴ്സ് എടുക്കണം, കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തരണം. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് എന്ത് പഠിക്കണം, കർത്താവെ അതിനുവേണ്ടി വഴികൾ തുറക്കപ്പെടണം എന്ന് നാം പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യം നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തരും. നമ്മൾ സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങളോ ഒന്നും അതിനല്ല, അതിനപ്പുറമായിട്ട് എവിടെ ആയിരിക്കണം, ഏത് രാജ്യത്തായിരിക്കണം, ഏത് വീട്ടിൽ ചെല്ലണം, എല്ലാം ദൈവഹിതം പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഹോദരിമാരെ, യഥാർത്ഥമായി കർത്താവിന് വേണ്ടി ജീവൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സഹോദരിമാരെ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീന്ന് വചനത്തിൽ കാണുന്നു. അങ്ങനെ ണെങ്കിൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പച്ചൻ സ്വർഗത്തിലുണ്ട് കേട്ടോ. ഇവിടെ പത്രോസിനോട് പറയുകയാണ്, നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു. നിന്റെ വലയേക്കാളും നിന്റെ പടകിനേക്കാളും നിന്റെ ചെറിയ ഈ കൈത്തൊഴിലിനേക്കാളും ഒക്കെ അപ്പുറമായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നിന്റെ പടകിനേക്കാളും നിന്റെ വലയേക്കാളും നിന്റെ മീൻപിടുത്തത്തെക്കാളും ഒക്കെ അപ്പുറമായിട്ട് എന്നെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അധികമായി സ്നേഹിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പിന്നീട് രണ്ടാമതും യേശു ചോദിക്കുമ്പോഴും പറയുന്നു, കർത്താവേ എനിക്ക് പ്രിയം. മൂന്നാമതും യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലതും അറിയുന്നു. ഈ രാത്രി ഇത്രയും ചെയ്താൽ മതി. ഹല്ലേലൂയ. ഒരുപക്ഷെ പലപ്പോഴും ദൈവശബ്ദം കേട്ടവർ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. ദൈവ വിളി കേട്ടവരാണ്. ദൈവം വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവളെന്നൊക്കെ പലപ്പോഴും ദൈവശബ്ദം കേട്ടവർ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. പലപ്പോഴും നാം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഒളിച്ചു മാറിപ്പോകുന്ന, അല്ലെങ്കിൽ പത്രോസിനെ പോലെ ഇങ്ങനെ അകലം വിട്ടൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ കടന്നു പോകുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റക്കാര്യം ചെയ്യുക. ഈ രാത്രി 2025 ആദ്യ ദിനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവാത്മാവ് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മുമ്പിൽ കർത്താവേ, ഹല്ലേലൂയ, എനിക്ക് നിന്നോട് മൂന്നാമതും ചോദിക്കേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു. നീ സകലവും അറിയുന്നപ്പാ, ഹല്ലേലൂയ, എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്ന കർത്താവേ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പലപ്പോഴും നാം
നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എല്ലാം അറിയാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം, നാം ബൈബിൾ വായിക്കുന്നവരാണ്, നാം പ്രെയർ ഗ്രൂപ്പില് നിരന്തരം കയറുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, മധ്യസ്ഥ അണയ്ക്കുന്നവരാണ്, സുവിശേഷ വേല ചെയ്യുന്നവരാണ്. ഞാൻ പറയും, കേരളത്തിന്റെ എല്ലാ ജില്ലകളും പരസ്യയോഗം നടത്താൻ പോയിട്ടുണ്ട്, ട്രാക്റ്റുകൾ കൊടുക്കാൻ പോകുന്നുണ്ട്, പ്രസംഗിക്കാൻ പോകുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനവും ദൈവാത്മാവ് ഈ രാത്രി എന്നോട് നിങ്ങളോട് ചോദിക്കൂ, വാസ്തവമായി നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ സാഹചര്യത്തെക്കാൾ നീ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വാസ്തവമായി രാത്രി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് റൂമിലെ ഉള്ളിൽ സംസാരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആത്മാവിൽ തിരിച്ചറിയുന്നു. രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നിന്റെ ശുശ്രൂഷയൊക്കെ നല്ലതാണ്, നീ വചനം വായിക്കുന്നുണ്ട്, നീ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ? നിന്റെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നീ ഉപവസിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത്? യഥാർത്ഥമായി എന്നെ ഹല്ലേലൂയ നീ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ ഇഷ്ടം നിനക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണോ ഇന്ന് നീ യാത്ര ചെയ്യുന്നത്? അതോ സ്വയം തീരുമാനപ്രകാരം, സ്വയം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ ഹല്ലേലൂയ ഉള്ളിന്റെ ഉള്ളിൽ നിരൂപിച്ച് ഇതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ രാത്രി ഒന്ന് മടങ്ങി വന്ന്, അപ്പാ ഹല്ലേലൂയ, നീ സകലതും അറിയുന്നു കർത്താവേ, നീ സകലതും അറിയുന്നു കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, നിന്റെ ഹിതം പോലെ എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു സെക്കൻഡ് ചാൻസ് തരാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. നിന്നെ ഹല്ലേലൂയ ആരാക്കി തീർക്കാമെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. അമ്മയുടെ ഉദരത്തിന്റെ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞൊരു കർത്താവ്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുന്നമേ അറിഞ്ഞൊരു കർത്താവ്. യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇവിടെ പറയുന്നു, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ ആ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമാലേഖനം നാം വായിച്ചിടത്തേക്ക് കടന്നു വരുമ്പോൾ കാണുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഈ പത്രോസ് അവിടെ തന്നെ സമർപ്പിച്ച കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ ആ ഭാഗം കൂടെ പറഞ്ഞിട്ട് മറ്റേ ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ എന്നോട് പറയുന്നു, നീ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് എന്റെ ആടുകളെ മേയ്ക്ക. മടങ്ങി വന്ന പത്രോസിനോട് വീണ്ടും ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്, എന്റെ ആടുകളെ മേയ്ക്ക. ഹല്ലേലൂയ. സമർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം തന്ന ആ പ്രാരംഭത്തിലെ ദൂതുമായിട്ട് കണക്ട് ചെയ്യാണ്. ഹല്ലേലൂയ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നാം സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി ഒന്ന് നിയോഗത്തോടെ പോകുക, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോകുക, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുക. ഈ ഗ്രൂപ്പ് അതിനുവേണ്ടി സന്നദ്ധരാകട്ടെ. അനേകരെ പുറത്തേക്ക് ഇറക്കുവാൻ, അനേകരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വാർത്തെടുക്കുവാൻ. അപ്പോൾ തന്നെ അനേകർ ഹല്ലേലൂയ ഈ 2025 ഈ പ്രേയർ ഗ്രൂപ്പുമായി ജോയിൻ ചെയ്യട്ടെ. അനേകർ പാപത്തിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന, ഇരുളിൽ കിടക്കുന്ന ജീവിതങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഹല്ലേലൂയ നമ്മെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ പുറമേയുള്ള എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അടുത്ത റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെ വായിച്ചു, നിർണയപ്രകാരമുള്ള വെളി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ന്റെ 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു.
ആമേൻ, സ്തോത്രം. നമുക്കറിയാം ഇരമ്യാ പ്രവാചകൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നൊരു ഭാഗം, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇരമ്യാ പ്രവാചകനെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ കണ്ടതാണ്. എന്നെയും നിങ്ങളെയും അപ്രകാരം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം കണ്ടതാണ്. എനിക്ക് പറയാൻ കഴിയും, എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം കണ്ടതാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ എപ്പോഴും ഞാൻ പറയാറില്ലെങ്കിലും ഈ വചനം ഈ ഇരമ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. എന്നോട് ദൈവാത്മാവ് ഗൈഡൻസ് തരുമ്പോൾ മാത്രമേ ഞാൻ ആ കാര്യം പറയാറുള്ളൂ. ഞാനിത് സാക്ഷ്യം പറയാനിരുന്നതല്ല, എങ്കിൽ പോലും ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറയട്ടെ. ഞാനും എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ദൈവം എന്നെയും കണ്ടതാണ്. എന്റെ മാതാവും പിതാവും എന്റെ പിതാവിന് വിവാഹത്തിന് മുമ്പേ അവര് വിശ്വാസത്തിൽ വന്നൊരു കുടുംബമാണ്. അപ്പോൾ തന്നെ എന്റെ മമ്മി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളാണ്. മമ്മിയുടെ വീട്ടിലെ മമ്മിയും മമ്മിയുടെ സഹോദരനും മാത്രമേ വിശ്വാസത്തിലുള്ളൂ. വളരെ എതിർപ്പിലൂടെയാണ് എങ്കിൽ പോലും ഒരു പെന്തക്കോസ്ത് വിവാഹം തന്നെ മമ്മിക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാനിടയായി തീർന്നു. എന്നാല് എന്റെ പിതാവിന് അല്പമായ ശാരീരിക പ്രയാസങ്ങൾ, കാലിന് അല്പം ബുദ്ധിമുട്ടൊക്കെയുള്ള, നടക്കുന്നതിന് ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മമ്മിക്ക് വളരെ ഭാരം തോന്നി. എന്നാൽ താൻ വണ്ടിയിൽ എൻഗേജ്മെന്റിന്, വിവാഹ നിശ്ചയത്തിന് കടന്നു പോകുമ്പോൾ എന്റെ മമ്മി ഒരു തീരുമാനമെടുത്തു. അന്ന് വിവാഹം കഴിഞ്ഞിട്ടില്ല, പപ്പയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഗൈഡൻസ് കൊടുത്തു, ഇങ്ങനെ തീരുമാനിക്കാൻ. ദൈവം ഈ വിവാഹം നടത്തുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, ദൈവം ഞങ്ങൾക്കൊരു തലമുറയെ തന്നാൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കും. വിവാഹം കഴിഞ്ഞിട്ടില്ല, പക്ഷേ മമ്മി തീരുമാനിച്ചു ഈ കുഞ്ഞ് അത് ദൈവം തരുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കും. വിവാഹം കഴിഞ്ഞു, തലമുറ ജനിച്ചു. പിതാവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. അന്നൊന്നും പപ്പയൊന്നും പറഞ്ഞതൊന്നുമില്ല, പക്ഷേ അത് പിതാവിന്റെ ഉള്ളിലും അങ്ങനെ ഒരു പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്റെ മമ്മി എന്നെ ചെറുപ്രായത്തിൽ, അമ്മമാരെ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ ചില കാര്യം പറയാം. എന്റെ മമ്മി ഒരു പാസ്റ്റർ ഭാര്യയൊന്നുമല്ല, സാധാ വിശ്വാസിയാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു, കരയുന്ന ഒരു മാതാവാണ്, ഉപവസിക്കുന്ന ഒരു അമ്മയാണ്. എന്റെ അമ്മയെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും എന്റെ ശുശ്രൂഷയിൽ എന്റെ മാതാവ് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നത്. അങ്ങനെ താൻ പ്രാർത്ഥിച്ചു. ചെറുപ്രായത്തിൽ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, നിന്നെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ്, നീ അതിൻ പ്രകാരം മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ ഒത്തിരി സമ്മർദ്ദങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മമ്മിയുടെ സഹോദരങ്ങളൊന്നും വിശ്വാസത്തിലല്ലാത്തത് കൊണ്ട് പലരും പറഞ്ഞു, അവളെ നേഴ്സിംഗിന് വിടണം, അവൾക്ക് വേണ്ട പണം ഞങ്ങൾ നൽകിക്കൊള്ളാം. ചർച്ചിലുള്ളവർ പറഞ്ഞു അവളെ നേഴ്സിംഗിന് വിടണം. പലരും പറഞ്ഞു, പല സമ്മർദ്ദങ്ങളും ഉണ്ടായി, പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു. പക്ഷേ എന്റെ മമ്മിയോട് ദൈവം ഇടപെട്ട ആ ഒറ്റ വാക്കിൽ താൻ ഉറച്ചു, എനിക്ക് തന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കുമെന്നുള്ള തീരുമാനം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എന്റെ 4 വയസ്സിന് താഴെ എന്റെ സഹോദരൻ ജനിച്ചു. സഹോദരൻ തന്റെ 12ാമത്തെ വയസ്സിൽ പെട്ടെന്ന് തനിക്കൊരു, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് എന്റെ സഹോദരന് പെട്ടെന്ന് ഒരു പനി വന്നു. തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 3-4 ദിവസം കൊണ്ടുവന്നു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ബുദ്ധിമുട്ടായ കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഓട്ടോയിലിരുന്ന് തന്റെ 12ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 12ാമത്തെ വയസ്സിൽ തനിക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നു. 12ാമത്തെ വയസ്സിലും അങ്ങനെ സംഭവിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഓട്ടോയിൽ പോകുമ്പോൾ വിരളിന്റെ ഇവിടെയൊക്കെ ചെറിയ നീല പോലെയൊക്കെ തോന്നി. ഞങ്ങൾ സാധാരണ എന്റെ വീട്ടിൽ നേഴ്സുമാരൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ഫാമിലി. അപ്പോൾ പക്ഷെ ഒന്നും മനസ്സിലായിരുന്നില്ല. പോകുന്ന വഴിയില് യാത്രയിൽ തന്നെ എന്റെ സഹോദരൻ ഈ ലോകത്ത് നിന്ന് 12 വയസ്സുള്ള കുഞ്ഞ് മാറ്റപ്പെടാനിടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തില് വളരെ ഭാരങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഒരു സാഹചര്യം 98-ല്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഭാരപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുക, അമ്മ എടുത്ത തീരുമാനം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ പൈതലിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കും. എന്റെ താഴെയുള്ള സഹോദരൻ, ഞങ്ങൾ 2 മക്കളാണ്, താഴെയുള്ള സഹോദരൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ എന്റെ സഹോദരൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. പക്ഷെ എന്റെ മമ്മി എടുത്ത തീരുമാനത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചില്ല. എന്ത് വന്നാലും എനിക്ക് തന്ന കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുമെന്ന് താൻ തീരുമാനിച്ചു.
തീരുമാനിച്ചു. പക്ഷെ ഞാനും ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവം യഥാർത്ഥമായും എന്നോട് സംസാരിച്ചു. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെടണം എന്നുള്ളൊരു ബോധ്യം, ഉറപ്പ് എന്റെ മമ്മി തീരുമാനിച്ചെങ്കിൽ പോലും എനിക്ക് ദൈവം തരാനിടയായിരുന്നു. അതിന് പ്രകാരം ഞാനും എന്നെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് ദൈവ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ദൈവവചനം പഠിക്കാൻ മണക്കാലിലുള്ള സെമിനാരിയിലേക്ക് കടന്നുപോയി. അവിടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാം വർഷം മിക്ക ആഴ്ചകളും എന്റെ മാതാവ് എന്നെ കാണാൻ കോളേജിൽ വരാറുണ്ട്. അങ്ങനെ തലേ ദിവസം ഒരു ശനിയാഴ്ച താൻ എന്നെ കാണാൻ വന്നപ്പോൾ പപ്പ ഒന്നും സുഖമായിരിക്കുന്നു, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, മമ്മിയും സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കടന്നുപോയി. പക്ഷെ ഒരു ഞായറാഴ്ച രാവിലെ ആയപ്പോൾ, പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ കോളേജിൽ നിന്ന് എനിക്ക് ഫോൺ വരാനിടയായി തീർന്നു. കോളേജിലേക്ക് ഫോൺ വന്നു, എന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. എന്താണെന്നൊന്നും അവര് പറഞ്ഞില്ല. പക്ഷേ എന്റെ കൂടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള സഹോദരിമാരെ കൂട്ടി കോളേജ് വണ്ടിയില് വീട്ടിലേക്ക് അയച്ച സാഹചര്യം. എന്താണെന്ന് ചോദിച്ചുള്ള എന്റെ ചേച്ചിമാരൊന്നും ഒന്നുമില്ല. പക്ഷേ പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ അടുത്തൊരു നിർണായക ഘട്ടം വരാൻ പോവുകയാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് 1 മാസം മുമ്പ് എന്നോട് ഇപ്രകാരം പറയാനിടയായി തീർന്നു: നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരാൻ പോവുകയാണ്. പക്ഷെ നീ കഷ്ടത വരരുതെന്ന് പ്രാർത്ഥിക്കരുത്, സഹിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നോട് പറയാനിടയായി തീർന്നു. കഷ്ടത വരരുത് നീ പ്രാർത്ഥിക്കരുത്, സഹിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ അതോടുകൂടെ പിന്നീട് ദൈവാത്മാവ് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. അതിനുശേഷം നിനക്ക് വേണ്ടി ദൈവം ഞാൻ ഭാവി കരുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ഭാവിയെ ഭദ്രമാക്കിയിട്ടുണ്ടെന്നുള്ള ദൈവശബ്ദവും എന്നോട് പറയാനിടയായി തീർന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ കഷ്ടത വരണ്ട എന്ന് പറയണം. അപ്പോൾ തന്നെ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു ദൈവശബ്ദമാണ്. അത് വ്യക്തമായി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. ആ സമയത്ത് ഞാൻ കോറിഡോറിൽ പോയിരുന്നു. കോളേജിന്റെ കോറിഡോറിൽ ഞങ്ങൾ 5 മണിക്ക് ശേഷം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സമയമുണ്ട്. പേഴ്സണലി പോയിരുന്ന് ആ കോറിഡോറിൽ നിലവിളിച്ച് കരഞ്ഞ് 1 മാസം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ കഷ്ടതയാണ് ഈ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഒരു സഹോദരനുള്ളത് 12ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം അത് 98-ലാണ് 2000-ലാണ് ഞാൻ പഠിക്കുന്നത് ഈ കോളേജില്. 99-ൽ അവിടെ പഠിക്കുന്ന സമയം 2000-ലാണ് ഈ സംഭവം ഞാൻ നടക്കാൻ പോകുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് കഷ്ടതയാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത്, അത് സഹിക്കാനുള്ള കൃപ തരണമേ കർത്താവേ, നീങ്ങേണ്ടതാണെങ്കിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ കോളേജിൽ നിന്ന് വന്ന ആ ഫോൺ വിളിയിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അറിയാൻ കഴിഞ്ഞ വാർത്ത എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. നിങ്ങൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. മരണം ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ജീവിതത്തിൽ വന്ന 2 വർഷത്തിനുള്ളിൽ ഒരു ഭവനത്തിൽ നിന്ന് വന്ന ഏക മകൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സാഹചര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സഹിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നെ കേൾക്കുന്ന മാതാവേ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നിങ്ങളും ഇപ്രകാരമുള്ള പരിശോധനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. കോവിഡ് വന്ന് പലരെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെ പലരെയും ഈ ലോകത്ത് നിന്ന് ദൈവസന്നിധി ചേർക്കപ്പെടാനിടയായി തോന്നുന്നു. ഒരുപക്ഷെ നാം ചോദിക്കും, എന്താണ് കർത്താവേ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്? എനിക്കിന്ന് പറയാൻ കഴിയും, ജീവിതത്തിൽ വരുന്നത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കാനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. പിതാവ് നഷ്ടപ്പെട്ടാലും സഹോദരൻ നഷ്ടപ്പെട്ടാലും അത് നന്മയ്ക്കായി തീരുമോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. എന്നാൽ എനിക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, കഷ്ടതയുടെ തീച്ചൂളലും കടന്നു പോയാലും, ഹല്ലേലൂയ, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോയാലും, ഇല്ലായ്മയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാലും, ഒരുപക്ഷെ പട്ടിണിയോ ഉപദ്രവമോ ഹല്ലേലൂയ പീഡകളോ ഒക്കെ ദൈവപൈതന്റെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ ഹല്ലേലൂയ അതിനെ നന്മയാക്കാൻ കഴിയുന്ന സർവശക്തന്റെ മക്കളാണ് നാം ഓരോരുത്തരും. നമ്മെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ, ഹല്ലേലൂയ, നമ്മെ മക്കളാക്കി അവകാശികളാക്കി തീർത്തുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മെ കൈവിടത്തില്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല
എന്ന് അരുളി ചെയ്ത സർവശക്തൻ ഈ രാത്രി എന്നോടും നിങ്ങളോടും പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരവാദിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു പിതാവുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നിങ്ങളെ കർത്തൃത്വം നടത്തുവാൻ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 2024 കർത്താവേ, എന്റെ ജീവിതത്തിൽ പരിശോധനയുടെ കാലഘട്ടമായിരുന്നു, വേദനയുടെ കാലഘട്ടമായിരുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു ചിന്തിച്ച കാലഘട്ടമാണ് ആയിരുന്നു. എന്നാൽ ഈ 25-ൽ ഇനി ഞാൻ എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് രാത്രി ദൂതായി വിളിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ കഴിയും അത് നന്മയ്ക്കായി തീർന്നു എന്ന്. ഞങ്ങൾ കടന്നുപോയ ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപയാണ് ഞങ്ങളെ നിർത്തിയത്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ദൈവം ആ സാഹചര്യത്തിൽ നിലനിൽക്കാൻ കൃപ ദൈവം തന്നതുകൊണ്ട് മാത്രമാണ് ഞാനും എന്റെ മാതാവും നിൽക്കാൻ ഇടയായി തീർന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല, എല്ലാം പ്രതികൂലമാണ്, കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് ലഭിക്കേണ്ട പണം ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. കാര്യം എന്റെ പിതാവിന് ചെറിയൊരു ബിസിനസ് ആയിരുന്നു, അങ്ങോട്ട് കൊടുക്കേണ്ട തുകയൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വന്നു, ഇങ്ങോട്ട് ലഭിക്കേണ്ടതൊന്നുമില്ല. ഹല്ലേലൂയ. മുമ്പിൽ സാമ്പത്തികമായി എല്ലാം പ്രതിസന്ധിയായ സാഹചര്യങ്ങൾ. പക്ഷേ ഹല്ലേലൂയ, ദൈവം കരുതുന്ന ദൈവമാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചന കോളേജിൽ നിന്ന് തന്നെ ആലോചിക്കാനിടയായി തീർന്നു. ഞങ്ങളുടെ യാതൊരു പണവും വേണ്ട എന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ്, ആ വീട്ടുകാർ എന്നെ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇതിനകത്ത് അനാഥത്വം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ചില സാഹചര്യങ്ങളുടെ ഭർത്താക്കന്മാരുടെ വേർപാട് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. നിങ്ങൾ ഭാരപ്പെടേണ്ട, ഒരു നാളും അനാഥനായ വിടത്തിലെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവം. പണം ദൈവത്തിന് വിഷയമല്ല. നീ അവൈലബിൾ ആണോ? നീ ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതോ തീരുമാനമെടുത്തിട്ട് മാറി കടന്നു പോകുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. രാത്രി ഒന്നും മടങ്ങി വരാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നീ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിർണയപ്രകാരം നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുന്നമേ ദൈവം കണ്ടു. ഹല്ലേലൂയ. ആരൊക്കെയോ കാണാതിരുന്നപ്പോൾ, നമ്മുടെ മാതാവോ പിതാവോ കാണാത്ത ആ സാഹചര്യത്തിൽ നിന്നെ ഉരുവാക്കിയ ഒരു കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തായിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. അവരായിരിക്കുന്ന റൂമിനകത്ത് ദൈവാത്മാവിന്റെ ഒരു പകർച്ച വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ശമന ദിഗന ദിഗൽ ഖമനകസ്യാം ധര. വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. റിഖമ ഹസ്തര വൈഡമന അസ്തുര ദിഗൽ ഖമനക ശംദൽ ഖമന. ദൈവാത്മാവിന്റെ വലിയൊരു സാമീപ്യം, ദൈവാത്മാവിന്റെ ഒരു സമാധാനം യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിനകത്ത് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആരും സഹായമില്ലാത്ത വേളകളിൽ സഹായകനായി രക്ഷകനായി എന്റെ യേശു നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതും, നിങ്ങളുടെ ഹല്ലേലൂയ ഭാവിക്ക് വേണ്ടി കരുതും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന വചനത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളും വൈതരണികളും നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മെ ഹല്ലേലൂയ യോബ് എന്നോട് പറഞ്ഞതുപോലെ പൊന്നുപോലെ പുറത്തു വരാൻ വേണ്ടി. യോബിന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, തീച്ചുളുടെ അനുഭവങ്ങൾ, തൻ്റെതായ തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു, തന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ വന്ന ഹല്ലേലൂയ ഇത്രമാത്രം സമ്പന്നനായ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. നേരുള്ളവനാണ് യോബ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകുന്ന വ്യക്തിയാണ്, യഹോവ ഭക്തനായ വ്യക്തിയാണ്. പക്ഷേ യഹോവ ഭക്തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കടന്നു വരാൻ പറ്റുമോ? ഹല്ലേലൂയ. ശബാരവനഗസ്യാന്തല. ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത വരാവോ? ഭക്തന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഹല്ലേലൂയ വേർപാടിന്റെ അനുഭവങ്ങൾ വരാമോ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ ദൈവ പൈതലേ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ 2025 പ്രവേശിക്കുമ്പോൾ മറ്റൊരു പ്രശ്നമായിരിക്കാം നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എന്റെ വിഷയമല്ല നിങ്ങളുടെ വിഷയം. നിങ്ങൾ കടന്നു പോകുന്ന ശോധനകൾ, പരിശോധന കാലഘട്ടങ്ങൾ, ഒരുപക്ഷെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വളരെ
ഇല്ലായിരിക്കാം. പക്ഷെ ഉള്ളതുപോലെ കാണുന്ന ഒരു തമ്പുരാന്റെ സന്നിധിയിലാണ് നിങ്ങൾ ഇന്നായിരിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിക്കുന്നു അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ഹല്ലേലൂയ. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പൗലോസ് തിമോഥെയോസിനോട് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്ന ഒരു ദൂത്. ഹല്ലേലൂയ. നാം ഉറപ്പുണ്ടോ? ആ ദൈവം എന്നെ സൂക്ഷിക്കുമെന്നും എന്നെ രക്ഷിക്കുമെന്നും എന്നെ പരിപാലിക്കുമെന്നും ആ ശത്രുക്കും മേശക്കും അഭീന്ദ്രക്കോ തീച്ചുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴും അവർ അവിടെ വിശ്വസിച്ചു. ദൈവം അവരോട് കൂടെയുണ്ട്, ദൈവം അവരെ രക്ഷിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കും. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും പിറുപ്പുകാരായി തീർന്ന് 2024 ഹല്ലേലൂയ ഈ വർഷം ഇനി എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷയിൽ ഈ 2024 24 ഉപരിയായിട്ട് ശക്തമായി ഒരു അഭിഷേകത്തിന്റെ തലം വെളിപ്പെടാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒന്ന് ആത്മാവിൽ ദൂത് ഏറ്റെടുത്താട്ടെ. ഒരു അഭിഷേകത്തിന്റെ തലം വെളിപ്പെടട്ടെ, നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഞാൻ അത് വിശ്വസിക്കുന്നു. ആ ഒരു ആത്മാവിന്റെ ശുശ്രൂഷയുടെ അടുത്തൊരു തലത്തിലേക്ക് ഞാൻ സ്റ്റെപ്പുകൾ വെക്കും. ഹല്ലേലൂയ. ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ ചില വിടുതലുകൾ സംഭവിക്കും. ഞാൻ വാക്കുകൾ പറയുമ്പോൾ എന്നിലൂടെ, എന്റെ വാക്കുകളിലൂടെ ദൈവ ശബ്ദമായത് വ്യാപരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ അലറി മാറും. ശമന ദിഗന ദിഗൽഖമന. ഒരുപക്ഷെ നിങ്ങൾക്ക് വാക് സാമർഥ്യമില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് പോലെ വാക് സാമർഥ്യത്തോടെ പ്രസംഗിക്കാൻ അറിയത്തില്ലെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഹല്ലേലൂയ, പത്രോസ് പറഞ്ഞതുപോലെ നീ സകലതും അറിയുന്നു എന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വളരെ പദ്ധതിയുണ്ട്. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വാക്കുകളിൽ ഹല്ലേലൂയ അസാധാരണ ദൈവശക്തി വ്യാപരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിരിക്കും നിങ്ങൾക്ക് അറിയുന്നത്. മാതാവേ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? നിങ്ങളെ തേടി ചില ഫോൺ കോളുകൾ വരാൻ പോകുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചില വ്യക്തികൾ നിങ്ങളെ വിളിക്കാൻ പോകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്റെ സന്ദേശം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പല കാര്യങ്ങളും എനിക്ക് ഇനിയും ദൈവാത്മാവിന്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ നമ്മൾ ഒത്തിരി ഒരു മാധ്യമത്തിലൂടെയാണല്ലോ ഇരിക്കുന്നത്. രാത്രി സമയമാണ്, എല്ലാ വീട്ടിലും വിശ്രമിക്കേണ്ട ഒക്കെ സമയമായി കടന്നു വരുന്നുണ്ട്. ഞാൻ അത് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും ചില നിമിഷങ്ങൾ നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? വാസ്തവമായി എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പത്രോസിനോട് ചോദിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവയിൽ അധികമായി നിന്റെ സാഹചര്യങ്ങൾക്ക് അപ്പുറമായിട്ട് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നാം പലപ്പോഴും നമ്മുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ജോലിക്കുമൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് കർത്താവിന് വേണ്ട വില പോലും കൊടുക്കാൻ കഴിയാതെ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നു, ഹല്ലേലൂയ, യഥാർത്ഥമായി ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ഒറ്റ വാക്യം കൊണ്ട് നമുക്ക് വായിച്ചിട്ട് ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 50-ന്റെ 20-ാം വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആമേൻ. സ്തോത്രം. നമുക്ക് 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും, യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ഗുണമാക്കി തീർത്തു. ആമേൻ. സ്തോത്രം. നല്ലതാക്കി തീർത്തു. യോസഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി, പിതാവിനെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട പുത്രനായിരുന്നു. പക്ഷേ താൻ കടന്നുപോയ തീച്ചൂടെ അനുഭവങ്ങളെ
എത്ര വലുതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താൻ കടന്നുപോയ സാഹചര്യങ്ങൾ, തന്റെ പിതാവിന്റെ വാക്ക് നിമിത്തം കടന്നുപോയി സഹോദരന്മാർക്ക് ആഹാര സാധനങ്ങളുമായി കടന്നുപോയ യോസെഫിന്റെ ജീവിതാനുഭവം, ചെറുപ്രായത്തിൽ തന്നെ ദൈവം കൊടുത്ത സ്വപ്നവും ദർശനവും ഒക്കെ താൻ തന്റെ സഹോദരങ്ങളോടും പിതാവിനോടും ഒക്കെ പങ്കുവച്ചു. പിന്നീട് താൻ അനുഭവിക്കുന്ന വളരെയധികം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. താൻ ആഹാരമായി കടന്നുപോയ അവിടെ ചെന്ന് തന്റെ സഹോദരന്മാർ തന്നെ ഉപദ്രവിക്കുന്നു, താൻ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞ സാഹചര്യങ്ങള്, മിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞ സാഹചര്യങ്ങള്, പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് എത്തപ്പെട്ട സാഹചര്യങ്ങൾ, താൻ അവിടെ അപമാനിക്കപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലൊക്കെ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട സാഹചര്യങ്ങളൊക്കെ, അവിടെ എല്ലാം ജോസഫ് വിശ്വസ്തമായി നിന്നു. ഹല്ലേലൂയ. ഒറ്റക്കാര്യം, ദൈവം അവന് കൊടുത്ത സ്വപ്നം തന്നിൽ ഉണ്ടായിരുന്നു. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണെന്ന് നാം തിരിച്ചറിയണം. നാം ആയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ അനുസരണക്കേട് മൂലം, നമ്മുടെ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കാത്ത ഒരു കാരണം മൂലം നമ്മുടെ തലമുറകളുടെ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതികൾ അത് ഇല്ലാതെയാകരുത്. നാം കാരണം, നമ്മുടെ വാക്ക് കാരണം, നമ്മുടെ പ്രവൃത്തി കാരണം നാം അങ്ങനെ ഉള്ള നന്മകൾ നാം ചോർത്തിക്കളയരുതെന്ന് ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ താൻ കടന്നുപോയ സാഹചര്യങ്ങൾ, എല്ലാവരാലും താൻ ഉപേക്ഷിക്കപ്പെട്ടവനായി അവസാനം കാരാഗൃഹത്തിലെത്തി. ഹല്ലേലൂയ. അവിടെ നിന്നു കാരാഗൃഹത്തിൽ എത്തിയ സാഹചര്യം നമുക്കറിയാം. അവസാനം ഈ സഹോദരന്മാർ അവിടുത്തെ മേലധികാരിയാക്കി യോസഫിനെ രാജാവ് വെക്കുന്ന സാഹചര്യങ്ങള്, പിന്നീട് നമുക്കറിയാം സഹോദരന്മാരും പിതാവും ഒക്കെ യോസഫിന്റെ അടുത്ത് വന്ന് സഹോദരന്മാർ വന്ന് ആഹാരം വാങ്ങിക്കൊണ്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ, അവിടെ ക്ഷാമമുണ്ടായപ്പോഴെല്ലാം അവസ്ഥകൾ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഈ സഹോദരന്മാരോട് ജോസഫ് പറഞ്ഞ വാക്യമാണ് ഇവിടെ: നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തത്. ഈ പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. നമ്മെ എല്ലാവരും തള്ളപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിലൊക്കെ നിങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളും കഷ്ടങ്ങളും പരിശോധനകളും നമ്മെ അത് നന്മയ്ക്കാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്, അത് അനുഗ്രഹമാക്കി തീർക്കാനാണ്. ഇന്ന് ജോസഫിന് പറയാൻ കഴിയും, സഹോദരൻ കടന്നുപോയ അവസ്ഥകളിൽ താൻ പിറുപിറുക്കാതെ നിന്നതുകൊണ്ട് ഇന്ന് ഈ സഹോദരന്മാർക്ക് നന്മയാക്കി തീർത്തു, രാജ്യത്തിന് നന്മയാക്കി തീർത്തു. ഹല്ലേലൂയ. അനേകർക്ക് ജീവരക്ഷയ്ക്ക് വേണ്ടി ജോസഫിനെ ഉപയോഗിച്ചതുപോലെ ഈ രാത്രി ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. എല്ലാവരും നമ്മുടെ കണ്ണുകളെ നടച്ചാട്ടെ. ഒരു നിമിഷം ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതത്തിൽ അതിനെ നന്മയാക്കി, അതിനെ ഗുണമാക്കി തീർത്ത ദൈവം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ 2025 ഇങ്ങനെ പറ നിങ്ങൾ. ഹല്ലേലൂയ. കൊണ്ടൊന്ന് തുറന്നു പറഞ്ഞാട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നന്മയാക്കി തീർക്കാൻ പോകുകയാണ്. നമ്മുടെ വാഗ്ദത്തങ്ങൾ നന്മയായി തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ഉറക്കപ്പെടുന്ന, വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ വെളിപ്പെടുന്ന ഒരു വർഷമായി തീരാൻ പോകുകയാണ്. എല്ലാവരും വാ തുറന്ന് പറഞ്ഞാട്ടെ. ശുശ്രൂഷയിൽ ഹല്ലേലൂയ ഒരു ഓപ്പണിംഗ് വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി ചില നന്മകൾ വെളിപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹത്തിന്റെ, ശുശ്രൂഷയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വർഷമായി തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിന് ഞാൻ ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മുടെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശമനാദികൾ കമനഗസ്യം തരാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലനം കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദാസിമാരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ചില രോഗികൾ യേശുവിന്റെ നാമത്തിൽ രാത്രി സൗഖ്യം വ്യാപരിക്കട്ടെ.
ഒരുപക്ഷെ നിങ്ങൾ കിടക്കയിലായിരിക്കാം ഇപ്പോൾ ആയിരിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കർത്താവേ, ഇന്നത്തെ ദിനം ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഒരത്ഭുതം എന്റെ ശരീരത്തിൽ സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ഒരു അത്ഭുതം ഇന്ന് രാത്രി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിരാശകൾ മാറിപ്പോകട്ടെ, വേദനകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സാമ്പത്തിക വഴികൾ തുറക്കപ്പെടട്ടെ. കുടുംബത്തിൽ ശുശ്രൂഷയിൽ വലിയൊരു ആത്മാവിന്റെ അടുത്തൊരു തലത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നയിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പരിശോധനകളും വരുമ്പോൾ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ പിറുപിറുപ്പുകാരായി തീർന്നിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. 2024 പരാജയങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ 2025 പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു കാൽവെപ്പിലോട് ഞങ്ങൾ സ്റ്റെപ്പ് വെക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ, അങ്ങേ യഥാർത്ഥമായി ഹല്ലേലൂയ രുചിച്ചറിയുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, ഹല്ലേലൂയ ഉപനിധിയായി ഹല്ലേലൂയ അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവത്തിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യോസഫിനെ പോലെ കർത്താവെ, അയ്യോബിനെ പോലെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ. അങ്ങേ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ആത്മാവിൽ സ്നേഹിക്കുവാൻ, അങ്ങേ യഥാർത്ഥമായി രുചിച്ചറിയുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിലുള്ള മുഴുവൻ സഹോദരിമാരെ, അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരുടെ മേലും ഈ കർത്താവെ 2025 അനുഗ്രഹമായി തീരട്ടെ. വാഗ്ദത്തങ്ങളുടെ ഓപ്പണിംഗ് ആകുന്ന വർഷമായി തീരട്ടെ. ഈ മിനിസ്ട്രി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ അഡ്മിൻസ് ആയിരിക്കുന്ന ദാസിമാരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രേയർ ഗ്രൂപ്പുള്ള എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച നല്ല ദൂതുകൾക്കായി സ്തോത്രം. സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.